ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും സാധാരണ വീടുകളിൽ ഉണ്ടാക്കാറുള്ള ഒണിയൻ പക്കോട. അപ്പോൾ ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുമ്പോൾ ഈ പക്കോട കുറച്ചുകൂടി ക്രിസ്പിയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഒണിയൻ പക്കോടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 3 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒണിയൻ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും പക്കോട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒണിയൻ നന്നായിട്ട് തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണം, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ പച്ചമുളകും ഇഞ്ചിയും ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്കിത് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം സവാളയും അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഈ 3 ഞാൻ എടുത്തത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ പക്കോടയിലേക്ക് ഇറങ്ങി കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മിക്സ് ചെയ്യണതിലാണ് ഈ പക്കോടയുടെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ സവാളയിൽ നിന്നുള്ള വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പെരിഞ്ജീരകം ചേർത്തുകൊണ്ട് കായപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് കുറച്ച് കായപ്പൊടി അതുപോലെ ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൈകൊണ്ട് തന്നെ ഇതിനകത്തോട്ടേക്ക് ഒന്നിങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ടാൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കടലപ്പൊടിയാണ്. അത് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒണിയൻ പക്കോടയുടെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒണിയൻ പക്കോടയ്ക്കാണ് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നമ്മളിങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി അതെല്ലാം നമുക്ക് ഷേപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിതുപോലെ അങ്ങനെ കുറേശ്ശെ ബാറ്റർ അങ്ങ് അതിനകത്തേക്ക് നുള്ളി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു സൈഡായി വന്നിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ് ഈ ഒണിയൻ പക്കോട എന്ന് പറയുന്നത്. നമുക്ക് ചായ ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു പക്കോടയും തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒണിയൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും സാധാരണ ഒണിയൻ പക്കോട ഒക്കെ വീട്ടിലുണ്ടാക്കാറുള്ളതാണ്. പക്ഷേ ഈ ബ്രെഡ് കൂടി ചേർത്തിട്ടുള്ള ഒണിയൻ പക്കോട നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.